2025 കഴിഞ്ഞ് 26 കടക്കുമ്പോഴും ഇവിടെ പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായും പണക്കാരൻ പണക്കാരനായും തന്നെ തുടരുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഗവൺമെന്റിനെ കുറ്റം പറയണോ നമ്മളെ തന്നെ കുറ്റം പറയണോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും വെള്ളക്കാരനല്ല എന്ന കാരണത്താൽ ആ ബോഗിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗാന്ധിജി അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്: ഒരു രാജ്യത്തിൻ്റെ മഹത്വം തീരുമാനിക്കുന്നത് അവിടുത്തെ പാവപ്പെട്ടവനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണെന്ന്. ഇന്ന് നമ്മുടെ നാടിൻ്റെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും വിലക്കയറ്റം മാത്രം കാണുന്ന നമ്മുടെ ഈ അവസ്ഥക്ക് കാരണം നമ്മുടെ ഗവൺമെൻറ്റുകളാണോ എന്നുള്ളത് സംശയിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തെരുവിൽ ഒരു കച്ചവടക്കാരനോട് ബാർഗെയിൻ ചെയ്യുകയും അവിടെ മിച്ചം വെച്ച പൈസയുടെ ഇരട്ടി കൊണ്ടുപോയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ടിപ്പ് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ തന്നെ ഒരു പാവപ്പെട്ടവനെ അവഗണിക്കുകയാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള തിയറി സത്യമാണെങ്കിൽ അത് കൊടുക്കാത്തിടത്തോളം കാലം നമ്മളെന്ന പാവപ്പെട്ടവനെ മറ്റാരൊക്കെയാലും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് സത്യാവസ്ഥ. സ്നേഹത്തോടെ കൊടുക്കുന്നവർക്കൊക്കെ ഇരട്ടിയായി കിട്ടുന്നുമുണ്ട്, അത് പണമായാലും റെസ്പെക്റ്റ് ആയാലും. ദാറ്റ് ഇസ് എ ഹ്യൂജ് തിയറി ഇൻ ദിസ് യൂണിവേഴ്സ്. ഞാൻ വീണ്ടും പറയുന്നു, കിട്ടണമെന്ന് വിചാരിച്ച് പ്രാഗി പറഞ്ഞു കൊടുക്കുമ്പോഴല്ല, ഉള്ളിൽ തട്ടിയുള്ള സ്നേഹത്തോടെ കൊടുത്തിട്ട് നിങ്ങൾക്കത് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തും വന്നിട്ട് വിളിച്ചു പറയാം. അതായത് നമ്മൾ മാറാതെ നമുക്കൊരു നല്ല കാലം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല.